നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. യുദ്ധത്തിൽ തോറ്റുപോയ റോബർട്ട് ബ്രൂസ് എന്ന രാജാവിന് വിജയിക്കാനായി പ്രചോദനമായത് ഒരു ചിലന്തി വല നെയ്യുന്നതിൽ നിന്നുമാണ്. താൻ ഒളിവിലിരുന്ന ഗുഹയിൽ ഒരു ചിലന്തി വല കെട്ടുന്നത് അദ്ദേഹം സസൂക്ഷ്മം വീക്ഷിച്ചു. വല നെയ്യുവാനായി മറുകണ്ഠം ചാടുന്ന ചിലന്തിയുടെ ചാട്ടത്തിന്റെ എണ്ണം അദ്ദേഹം ശ്രദ്ധിക്കുവാനിടയായി. 6 പ്രാവശ്യം തുടരെ ചാടിയിട്ടും തന്റെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കാത്ത ആ ചിലന്തി തന്റെ പ്രതീക്ഷ കൈവിടാതെ ആത്മവിശ്വാസത്തോടെ 7ാമതും ചാടി തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഉത്സാഹഭരിതനായി യുദ്ധത്തിൽ പൊരുതി ജയിച്ച ചരിത്ര കഥ നാം ഒക്കെ വായിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. ഈ കഥ ഞാനിവിടെ ഇപ്പോൾ പറയാൻ കാരണം നടൻ ചിയാൻ വിക്രം വിജയത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറിയ കഥകളുമായി ഇതിന് കുറച്ച് സാമ്യമുണ്ട്. ലക്ഷ്യത്തിൽ കണ്ണുറപ്പിച്ച് പ്രതിഭ കൊണ്ട് പ്രതിഭാസം സൃഷ്ടിച്ച നടൻ വിക്രമിന്റെ ജീവിത വിജയ വീഥികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ചിയാൻ വിക്രം എന്ന നടൻ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മരുമകൻ മാത്രമല്ല, ഒരു പാഠപുസ്തകം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതമാകുന്ന പാഠപുസ്തകം വായിച്ചെടുത്താൽ അത് നമുക്കൊരു ഉത്തേജനമാകും, പ്രചോദനമാകും. അത് സിനിമാക്കാർക്ക് മാത്രമല്ല, പരാജയപ്പെട്ട് ജീവിതം മടുത്തവർക്ക് അവരുടെ ലക്ഷ്യത്തിലെത്താൻ ഉതകുന്നതാണ് വിക്രമിന്റെ ജീവിതമാകുന്ന പാഠപുസ്തകം. അഭിനയമോഹം പ്രതീക്ഷയ്ക്കൊത്ത് പൂവണിയാതെ പോയ ഒരു പിതാവിന്റെ പുത്രനാണ് കെന്നഡി ജോൺ വിക്ടർ എന്ന വിക്രം. എന്നാൽ പിതാവ് തോറ്റു പിന്മാറിയയിടത്ത് അതേ മോഹവുമായി കടന്നു വന്ന മകൻ സാധാരണ വിജയം മാത്രമല്ല, ഒരു സിംഹാസനം തന്നെ സൃഷ്ടിച്ചെടുക്കുകയുണ്ടായി. ആ നേട്ടം വെറുതെ അങ്ങ് നേടിയെടുത്തതല്ല. അതിന്റെ പിന്നിൽ കഠിന പരിശ്രമത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ക്ഷമയുടെയും ത്യാഗത്തിന്റെയും ചരിത്രം ഉറങ്ങുന്നുണ്ട്. തന്റെ കോളേജ് പഠനകാലത്ത് നാടക അഭിനയത്തിനുള്ള ഏറ്റവും നല്ല നടനുള്ള ട്രോഫിയും കരസ്ഥമാക്കി. ആ ട്രോഫിയുമായി സന്തോഷത്തോടെ ബൈക്കിൽ വീട്ടിലേക്ക് യാത്ര തുടരുമ്പോൾ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു അപകടം അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായ പരിക്കേൽപ്പിച്ചു. അത് കാലിന്റെ എല്ലുകളെ താറുമാറാക്കി. ഡോക്ടർമാർ വിധി എഴുതിയത് കാല് മുറിച്ചു മാറ്റണമെന്നാണ്. ഒത്തിരി മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം അതോടെ ഒരുപക്ഷെ താറുമാറായി പോകുമായിരുന്നു. എന്നാൽ കാൽ മുറിച്ചു മാറ്റുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചത് മാതാവായിരുന്നു. അവർ ഉന്നത വിദ്യാഭ്യാസമുള്ള, കഴിവുറ്റ, ബുദ്ധിമതിയും ധൈര്യശാലിയും സബ് കളക്ടറുമായ ഒരമ്മയായിരുന്നു. നേരെ മറിച്ച് ഒന്നും അറിയാത്ത, ധൈര്യമില്ലാത്ത ഒരമ്മയായിരുന്നുവെങ്കിൽ കഥ എന്താകുമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കാല് മുറിച്ചു മാറ്റണമെന്നും കാല് പഴയപടിയാകാൻ പ്രയാസമാണെന്നും വിധി എഴുതിയ ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ കാലിൽ തുടരെ പല പ്രാവശ്യമായി 23 സർജറികളാണ് നടത്തിയത്. മാത്രമല്ല, നടക്കാനാകാതെ ഏകദേശം 4 വർഷത്തോളം ഒരേ കിടപ്പിലുമായി. ഇവിടെയാണ് ഒരമ്മയുടെ മാതൃസ്നേഹം മനസ്സിലാക്കേണ്ടത്. അവർ ജോലിയിൽ ദീർഘകാല അവധിയെടുത്ത് മകന് ധൈര്യം പകർന്നുകൊണ്ട് താങ്ങും തണലുമായി കൂടെ നിന്ന് പരിചരിച്ചു. എഴുന്നേൽക്കാനാകാതെ കിടക്കുമ്പോഴും തന്റെ സിനിമാ സ്വപ്നങ്ങളെ മുറുകെ പിടിച്ച് മനസ്സിൽ താലോലിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴും തന്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രചോദനം നൽകിക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ ആ അമ്മ പറയുമായിരുന്നു, നീ എഴുന്നേറ്റ് നടക്കും, നിന്റെ സ്വപ്നങ്ങളെല്ലാം പൂവണിയും, നീ വലിയൊരു നടനുമാകും. ആശുപത്രി കിടക്കയിൽ നിന്നും പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ പരിചയപ്പെട്ട പെൺകുട്ടിയായിരുന്നു ശൈലജ ബാലകൃഷ്ണൻ എന്ന കണ്ണൂർക്കാരി. അവരൊരു സൈക്കോളജിസ്റ്റ് ആയിട്ടായിരുന്നു ആ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നത്. രോഗികൾക്ക് മോറൽ സപ്പോർട്ട് പകർന്നു കൊടുക്കുന്ന ജോലി. ഇവിടെ കെന്നഡി എന്ന ചെറുപ്പക്കാരന് മോറൽ സപ്പോർട്ട് മാത്രമല്ല, അവരുടെ സ്നേഹവും ഹൃദയവും പകർന്നു നൽകി. കെന്നഡി എന്ന ചെറുപ്പക്കാരന്റെ സിനിമാ മോഹം ഊട്ടിയുറപ്പിക്കുന്നതിന് ശൈലജയുടെ പിന്തുണയും പ്രോത്സാഹനവും എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പ്രണയബന്ധം കൂടുതൽ ദൃഢമായി. അത് വിവാഹത്തിലേക്ക് എത്തപ്പെട്ടു. 1992 ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരവും മദ്രാസിലെ ലയോള ചർച്ചിൽ വെച്ച് ക്രിസ്ത്യൻ ആചാരപ്രകാരവും അവരുടെ വിവാഹം നടന്നു. ഈ ദമ്പതികൾക്ക് 2 മക്കളുണ്ട്, അക്ഷിതയും ധ്രുവും. മകൾ അക്ഷിത പ്രണയ വിവാഹത്തിലൂടെ കരുണാനിധിയുടെ ചെറുമകൻ മനോരഞ്ജിന്റെ വധുവായി മാറി. ധ്രുവ് ഇപ്പോൾ സിനിമാ രംഗത്ത് സജീവമാണ്. വിക്രമിന്റെ ഇപ്പോഴത്തെ ഉയർച്ചയുടെയും സന്തോഷത്തിന്റെയും പിന്നിൽ ഇനിയും കൈപ്പേറിയ അനുഭവങ്ങൾ ധാരാളമുണ്ട്.
പറയുന്നുണ്ട്. താൻ പിന്നിട്ട കഠിനമായതും വേദന ഉളവാക്കുന്നതുമായ അനുഭവങ്ങളെക്കുറിച്ച് വിക്രം പലപ്പോഴും മനസ്സ് തുറന്നിട്ടുണ്ട്. കടന്നു വന്ന വഴികളെ മറക്കാതെ അനുഭവങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, താൻ ആദ്യമായി അഭിനയിച്ച കാതൽ കൺമണി എന്ന ചിത്രം ഒരു തികഞ്ഞ പരാജയമായിരുന്നു. തുടർന്ന് തന്റേതായി പുറത്തു വന്ന മീര, കാവലഗീതം തുടങ്ങി പരാജയ ചിത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ തനിക്ക് നേരിടേണ്ടി വന്നു. പിന്നീട് പിടിച്ചു നിൽക്കുവാനായി തെലുങ്കിലേക്കും മലയാളത്തിലേക്കും ചുവടുകൾ മാറ്റി. മലയാളത്തിൽ ധ്രുവം എന്ന ജോഷി ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഒരു ചെറിയ വേഷമാണ് ചെയ്തിരുന്നതെങ്കിലും വിക്രമിന്റെ ഭദ്രൻ എന്ന കഥാപാത്രത്തെ മലയാളികൾ മനസ്സിലേറ്റി. തുടർന്ന് സൈന്യം, മയൂര നൃത്തം, ഇന്ദ്രപ്രസ്ഥം, സ്ട്രീറ്റ്, രജപുത്രൻ, ഇതൊരു സ്നേഹഗാഥ തുടങ്ങി ഒരു പിടി വേഷങ്ങൾ മലയാളത്തിൽ ചെയ്തുവെങ്കിലും അതുകൊണ്ടൊന്നും ഉയർച്ചയിലേക്ക് പോകുവാനോ പിടിച്ചു നിൽക്കുവാനോ കഴിഞ്ഞില്ല. അപ്പോഴേക്കുമാണ് അദ്ദേഹം മറ്റ് നടന്മാർക്ക് ശബ്ദം കൊടുക്കുവാനായി ഡബ്ബിങ്ങിലേക്ക് തിരിഞ്ഞത്. അന്നത്തെ തിരക്കുള്ള താരങ്ങളായ അജിത്ത്, അബ്ബാസ് തുടങ്ങിയവർക്കൊക്കെ അദ്ദേഹം ശബ്ദം നൽകി. ഇതിനിടയിൽ ഏതാനും സീരിയലുകളിലും അഭിനയിച്ച് നിലനിൽപ്പിന് വേണ്ടി പൊരുതി. വിക്രം പറയുന്നത് സിനിമകൾ ഇല്ലായിരുന്നപ്പോൾ ചിലവിനും മറ്റും പണം കണ്ടെത്തിയിരുന്നത് ഡബ്ബിങ്ങിലൂടെയും സീരിയൽ അഭിനയത്തിലൂടെയുമാണെന്ന്. ഈ ദുരിത സമയത്ത് ഒരു വെള്ളി വെളിച്ചം പോലെ മണിരത്നത്തിന്റെ ബോംബെ എന്ന ചിത്രത്തിലേക്കുള്ള വിളി വന്നു. എന്നാൽ അന്ന് അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരു മലയാള ചിത്രത്തിന് വേണ്ടി താടി വളർത്തിയിരുന്നതിനാൽ അത് കണ്ടിന്യൂറ്റി ആയതിനാലും മനോവേദനയോടുകൂടി ആ അവസരം ഉപേക്ഷിക്കേണ്ടി വന്നു. അതിന്നും വേദനയോടുകൂടിയാണ് ഓർക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 1990 മുതൽ 98 വരെ അഭിനയിച്ച ഒരു ചിത്രം പോലും വിജയം കണ്ടില്ല. ആ ചിത്രങ്ങളെല്ലാം 8 നിലയിൽ പൊട്ടി. ഒരു കാര്യം ഓർക്കണം, ഇത്രയും ദീർഘകാലം പരാജയം നേരിടുമ്പോൾ സാധാരണ പലരും ഈ രംഗം ഉപേക്ഷിച്ച് മറ്റു വഴികൾ തേടുകയാണ് പതിവ്. എന്നാൽ വിക്രം ആത്മവിശ്വാസത്തോടെ പിന്മാറാതെ പിടിച്ചു നിന്നു, ഉറച്ചു നിന്നു. അവസാനം അവസരങ്ങൾ കുറഞ്ഞ് ഇല്ലാതായി എന്ന് വേണമെങ്കിലും പറയാം. ഇതിനിടയിൽ 97 താൻ നായകനായി അഭിനയിച്ച ഒരു ചിത്രം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പലകുറി നിന്നുപോയിട്ടുണ്ട്. അന്നത്തെ പുതു സംവിധായകനായിരുന്നു ബാല. ചിത്രത്തിന്റെ പേരാകട്ടെ സേതു എന്നും. അതിലെ വേഷത്തിനായി എന്ത് ചെയ്യാനും വിക്രം ഒരുക്കമായിരുന്നു. അതിനുവേണ്ടി ശരീരത്തിന്റെ 21 കിലോഗ്രാം ഭാരം കുറച്ചു, തല മൊട്ടയടിച്ചു. മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ ഒരു തപസ് പോലെ ആ സിനിമയിൽ മുഴുകി. ആ സിനിമ പൂർത്തിയാകാനാകട്ടെ 2 വർഷക്കാലത്തോളം എടുക്കേണ്ടതായും വന്നു. പൂർത്തിയായി കഴിഞ്ഞപ്പോഴേക്കും അതിലും വലിയ തലവേദന. പടം തിയേറ്ററിലെത്തിക്കാൻ വിതരണക്കാർക്കായി തേടിയലഞ്ഞപ്പോൾ 60-ലധികം വിതരണക്കാർ പടം കണ്ടിട്ട് ഒരേ സ്വരത്തിൽ വിധി എഴുതി, ഈ പടം ഓടില്ല, ഞങ്ങൾക്ക് വേണ്ട. അതിന്റെ കാരണമായി അവർ പറയുന്നത് പടത്തിന്റെ ക്ലൈമാക്സ് കടുത്ത ദുരന്തമായ ദാരുണാന്ത്യം എന്നായിരുന്നു. അവസാനം നിർമ്മാതാവ് തന്നെ തിയേറ്റർ വാടകയ്ക്കെടുത്ത് തന്റെ സിനിമ റിലീസ് ചെയ്യേണ്ട അവസ്ഥ സംജാതമായി. അതും ഒരു ദിവസം ഒരു നൂൺ ഷോ മാത്രം. എല്ലാ ദിവസവും തന്റെ സിനിമ ഓടുന്ന തിയേറ്ററിൽ വിക്രം ചെല്ലുമായിരുന്നു. ആദ്യമൊക്കെ വെറും 25 പേർ മാത്രമേ തിയേറ്ററിനുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. പടം പൊട്ടിത്തകർന്നു എന്ന് ഏതാണ്ട് ഉറപ്പിച്ച സമയത്താണ് അത് സംഭവിച്ചത്. കണ്ടവർ തമ്മിൽ നല്ലത് പറഞ്ഞും മീഡിയകളെല്ലാം ഒരു അപൂർവ കാഴ്ചാ വിസ്മയം എന്നെഴുതിയും ഒരു അത്ഭുതം പോലെ ആ ചിത്രം ഉയർന്നു വരാൻ തുടങ്ങി. വെറും സാധാരണ വിജയമല്ല, സൂപ്പർ ഹിറ്റായി മാറി. ഓടുകയില്ല എന്ന് വിധിയെഴുതിയ വിതരണക്കാരും തിയേറ്ററുകാരും നിർമ്മാതാവിന്റെ പിന്നാലെ വിതരണ അവകാശത്തിന് വേണ്ടി തടിച്ചുകൂടാൻ തുടങ്ങി. മദ്രാസ് സിറ്റിയിൽ മാത്രമായി 9 തിയേറ്ററുകളിലാണ് 75 ദിവസം ആ ചിത്രം ഓടിയത്. അതോടെ വിക്രം എന്ന നടന്റെ തലവര തന്നെ മാറി മറിഞ്ഞു. പിന്നീട് അവിടം തൊട്ട് അങ്ങോട്ട് വിക്രം യുഗം തന്നെയായിരുന്നു. ഇവിടെ നാം ഓർക്കേണ്ടതായിട്ടൊന്നുണ്ട്. തോൽവികളിൽ നിന്നും തോൽവികളിലേക്ക് മൂക്കുകുത്തി വീഴുമ്പോഴും എപ്പോഴെങ്കിലും തന്റേതായ ഒരു സമയം ഉണ്ടാകുമെന്നുള്ള അചഞ്ചലമായ ഉറച്ച വിശ്വാസമാണ് അദ്ദേഹത്തിന് തുണയായതെന്ന് ഓർക്കണം. പിന്നീട് അഭിനയിച്ച ജെമിനി, സ്വാമി, ധൂൾ എന്നിങ്ങനെയുള്ള നിരവധി ചിത്രങ്ങളിലൂടെ അങ്ങനെ താരമായ വിക്രം അന്യൻ എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കുതിച്ചുയർന്നു. തനിക്ക് പേരും പ്രശസ്തിയും നേടിത്തന്ന് കൈപിടിച്ചുയർത്തിയ സേതു എന്ന ചിത്രത്തിന്റെ സംവിധായകൻ തന്നെ വിക്രമിന് പിന്നീട് നാഷണൽ അവാർഡും നേടിക്കൊടുത്തു. അദ്ദേഹം സംവിധാനം ചെയ്ത പിതാമഹൻ എന്ന ചിത്രത്തിനാണ് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. പ്രതിരോധിക്കാൻ ആളില്ലാത്ത വിധം അദ്ദേഹം ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള പ്രധാന കാരണം ആവർത്തന വിരസത തോന്നാത്ത കഥാപാത്രങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുകൊണ്ടാകാം. വിക്രമിനെ കുറിച്ച് രജനീകാന്ത് പറയുന്നത്,
പറയുന്നത് ഒരു കഥാപാത്രത്തിന് വേണ്ടി ശരീരത്തെ മാറ്റുന്ന, സാക്രിഫൈസ് ചെയ്യുന്ന ഒരാൾ ഇന്ത്യയിലുമില്ല, ഹോളിവുഡിലുമില്ല എന്നാണ്. വ്യത്യസ്ത കഥാപാത്രങ്ങളിൽ അഭിനയിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ അതീവ താല്പര്യമാണ് കലാഭവൻ മണി അഭിനയിച്ച വാസന്തിയും ലക്ഷ്മിയും എന്ന ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നതിലേക്കായി എത്തപ്പെട്ടത്. കാശി എന്ന ചിത്രം വിജയമായിരുന്നപ്പോഴും വിക്രം പറഞ്ഞത് എന്നെക്കാൾ നന്നായി ആ റോൾ ചെയ്തത് കലാഭവൻ മണിയായിരുന്നു എന്നാണ്. പിന്നീട് ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ സംവിധായകരായ ശങ്കർ, മണിരത്നം തുടങ്ങിയവരുടെ പ്രിയ നടനായി വിക്രം മാറി. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി വർഷങ്ങൾ തന്നെ മാറ്റിവെക്കുന്ന നടനാണ് വിക്രം. ഐ എന്ന ചിത്രത്തിന് വേണ്ടി 3 വർഷം ചിലവിട്ടു. അന്യൻ എന്ന ചിത്രത്തിന് വേണ്ടി 2 വർഷവും. വിക്രമിന്റെ നായികമാരെപ്പോഴും മെലിഞ്ഞ സുന്ദരിമാരായിരുന്നു. ഇത്തരം മെലിഞ്ഞ സുന്ദരിമാരുടെ കൂടെ അഭിനയിക്കുന്നതാണോ താല്പര്യം എന്ന് ഒരിക്കലൊരു അവതാരക ചോദിച്ചപ്പോൾ അതിനുത്തരം ഒരു ചിരിയിൽ ഒതുക്കി. ഇഷ്ടപ്പെട്ട നടി ആരാണെന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരമായി പറഞ്ഞ പേര് കത്രീന കൈഫ് എന്ന മെലിഞ്ഞ സുന്ദരിയുടേതായിരുന്നു. സാധാരണ ഉയർച്ചയിലെത്തുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് വന്ന വഴി മറക്കുന്ന ഒരുപാട് താരങ്ങൾ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു അപവാദമായി വിക്രം എന്ന അഭിനയ ചക്രവർത്തി നിലകൊള്ളുകയാണ്. ഒരു കാര്യം തീർത്തു പറയാം, ഹീസ് ഹംബിൾ, സിമ്പിൾ, ഏബിൾ ആൻഡ് നോബിൾ. വീണ്ടും അദ്ദേഹത്തിന്റെ സൂപ്പർ ഹിറ്റ് സിനിമകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിക്കുന്നു. ജീവിതത്തിന്റെ ഒരു കോണിൽ നമ്മെ ഒറ്റപ്പെടുത്താൻ ചിലരുണ്ടെങ്കിൽ മറുവശത്തും നമ്മെ ചേർത്ത് നിർത്താനും തീർച്ചയായും ചിലരുണ്ടാകും. കാത്തിരിക്കണമെന്ന് മാത്രം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.